ഹായ്, അപ്പോൾ എല്ലാവർക്കും DG ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഓട്ടം പോവാണ്. ഒരു സ്പെഷ്യൽ ഓട്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലമൊക്കെ ഒരു വ്യത്യസ്തമായ സ്ഥലത്തേക്കാണ് പോണത്. വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മൾ ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേതാ സ്ഥലം എന്നറിയോ? കണ്ട, അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരള പഴനി. ഇവിടെ ബോർഡുണ്ട്, കേരള പഴനി ചോച്ചരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. ഇതാണ് ശരിക്കും അടിവശം. ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് കയറി പോവാം, നടന്ന് കയറി പോവാം. അല്ലാതെ ഇവിടുന്ന് ഈ വഴി കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴി നമുക്ക് കാറും കൊണ്ട് മുകളിലേക്ക് എത്താം. ഇതാണ് ഫ്രണ്ട് വശം വരുന്നത്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മേഡം ഉണ്ട്, സിന്ധു മേഡത്തിന് ഒരു വഴിപാടുണ്ട്. ആ വഴിപാട് കഴിക്കാനാണ് വന്നിട്ടുള്ളത്. വഴിപാട് എന്താണ് ഏതാണെന്നുള്ളത് മുകളിൽ നിന്നിട്ട് കാണിച്ചു തരാട്ടാ. അടിവാരത്തെ ഗണപതി കോവിലാണ് കേട്ടോ. ഇതിൽ കയറി പോവാനാ. അപ്പം ഞങ്ങൾ വണ്ടി എടുത്തിട്ട് അതിൽ വരാം. അപ്പോൾ അങ്ങനെ മേഡം സ്റ്റെപ്പ് കയറി തുടങ്ങിയിട്ടാ. അപ്പോൾ മേഡത്തിൻ്റെ കൂടെ മേഡത്തിൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ എവിടെ ഉണ്ട് കേട്ടോ, അമ്മയാണ് കേട്ടത്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് നേരെ ഇനി കാറ് കൊണ്ട് മുകളിലേക്ക് പോവാണ്. അതുപോലെ തന്നെ വഴിപാട് കഴിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുകളിലും ചെയ്യാൻ പറ്റും, കൗണ്ടറുണ്ട്. അതുപോലെ താഴെയുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടും കാര്യങ്ങളൊക്കെ. എൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിതേ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യണ ഗ്രൗണ്ട്. അപ്പോൾ ആളുകളുണ്ട്, പക്ഷേ ആളുകൾ കുറവാണെന്ന്. ഇന്ന് പെട്ട ദിവസമാണല്ലോ, ഞായറാഴ്ച ദിവസങ്ങളാണ് കൂടുതൽ ആളുകൾ ഇവിടെ വരാറുള്ളതെന്ന് പറയാം. അപ്പോൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും കാണുന്നില്ല, കാരണം വണ്ടി ആകെ 1-2 അവിടെ കിടക്കണ കാണാറുള്ളൂ. അല്ലെങ്കിൽ ഇഷ്ടംപോലെ വണ്ടി ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഇഷ്ടംപോലെ വണ്ടി ഉണ്ടായിരുന്നു. അതേപോലെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നോക്കുമ്പോഴൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ശരിക്കും കറക്റ്റ് മുകളിൽ എത്തിയിട്ടുണ്ട്. താഴെ കാണാൻ അടിവാരം. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം കാണാം കേട്ടോ. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ഇവിടെ അമ്മയുണ്ട്, മേഡം ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നു. ഇനി അവിടെ വഴിപാട് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിരിക്കാം. അപ്പം നമ്മളിന്ന് എന്തിനാ വന്നതെന്ന് പറഞ്ഞേ, അത് പറയണ്ടല്ലേ? എന്താ അത് കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണയുണ്ടാവും എന്താണ് വഴിപാട് എന്നുള്ളത്. ഇവിടുത്തെ മെയിൻ പഴനിയിൽ പോണതും ഇവിടെ കേരള പഴനിയിലേക്ക് വരുന്നതും ആ ഒരു വഴിപാട് കഴിക്കാനാണ് ഒരുവിധം എല്ലാവരും വരിക. അല്ലാണ്ടും വഴിപാടുകളുണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ മെയിൻ വഴിപാട് എന്താണെന്നുള്ളത് അറിയാലോ. അപ്പോൾ അതിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മേഡം ചീട്ടാക്കാൻ പോയിട്ടുണ്ട്. ഇതാണ് ഇവിടെ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡ് ഭാഗം വരുന്ന ഇതാണ് കേട്ടോ നമ്മുടെ കേരള പഴനി വരുന്നത്. നമ്മുടെ ഒറിജിനൽ പഴനിയുടെ അത്ര വരില്ലെങ്കിലും നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ അവിടെ ഒരു കേരള പഴനി ഉണ്ട് എന്നുള്ളതിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ് അമ്മമ്മ കയറി വരുന്നില്ല, ആ ഭാഗത്താണ് തല മൊട്ടടിക്കുന്ന സ്ഥലം. യൂട്യൂബറാന്ന് എഴുതി വെച്ചിട്ടുള്ള ഈ ഭാഗമാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് വരുന്നത്. ഇവിടെ അതുപോലെ പ്രസാദ ഹോട്ടലിലേക്ക് സംഭാവന ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ധ്രുവക്കുട്ടനെയും ദുർഗേനൊക്കെ മൊട്ടടിച്ച് ഇവിടെയാണ്. പിന്നെ മൊട്ടടിക്കാൻ ഞാനൊന്ന് ധ്രുവക്കുട്ടൻ്റെ കൂടെ ഞാനും മൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വരണത് ഇന്നാണ്. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. തൊട്ട് മുകളിൽ തന്നെയാണ് അമ്പലം വരുന്നത്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ ചവിട്ടുപടി കയറി വരണം എന്നുള്ളവർക്ക് അങ്ങനെയും വരാം. അല്ലാത്തവർക്ക് ശരിക്കും ഫ്രണ്ട് വശം കണ്ടില്ലേ, ഫ്രണ്ട് വശത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു കുത്തണ കയറ്റുണ്ട്. ആ കയറ്റം കയറിയിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത് കേട്ടോ. ഇപ്പോൾ ഒരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. ഇവിടെ നിന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഭയങ്കര ഫീലായിട്ട് അവിടെ നിന്ന് ഒക്കെ എന്ന് പറഞ്ഞാൽ
ഇവിടത്തേക്കാളും ഒന്നുകൂടെ ബെറ്റർ എനിക്ക് തോന്നിയത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് താഴ്ത്തിക്കാൻ നോക്കുന്നൊരു കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, രക്ഷയില്ല, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ 2 കുട്ടികളുടെ മുട്ടടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയുടെ കഴിഞ്ഞപ്പോൾ എൻ്റെ മേട ഇരുന്നിട്ടുണ്ട് കേട്ടോ. അത് കയ്യിൽ വയ്ക്കണേ. അപ്പോൾ മാഡം ആളോട് ചോദിച്ചു, ഇങ്ങനെ മുടി കട്ട് ചെയ്തിട്ട് നിങ്ങളിത് ഇവിടുന്ന് പുറത്തുള്ളവർക്ക് കൊടുക്കുമോ? അതായത് ഈ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, കീമോ ചെയ്യുന്ന ആൾക്കാരൊക്കെ, അപ്പോൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഉപകാരമാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് അങ്ങനെയൊന്നും കൊടുക്കില്ല, ഇതൊക്കെ വേസ്റ്റിലേക്കാണ് പോകാമെന്നുള്ളതാണ് ആൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങനെ മാഡം ആലോചിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മാഡം വഴിപാട് വിചാരിച്ചപ്പോൾ അമ്പലത്തിൽ പോയി മൊട്ടടിക്കാൻ നോക്കിയല്ലോ, പഴനിയിൽ പോകാമെന്നോ അല്ലെങ്കിൽ ശരിക്കും ഒറിജിനൽ പഴനിയിൽ പോകാമെന്നോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. തല മൊട്ടടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് മുടി നമ്മൾ പുറത്തൊരാൾക്ക് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തൊരാൾക്ക് കൊടുക്കണോണ്ടോ ദോഷമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആളോട് പറഞ്ഞപ്പോൾ ആളത് കറക്റ്റായിട്ട് റൗണ്ട് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കൊടുക്കുമ്പോൾ ഒരാൾക്ക് പിന്നെ എന്താ കുറച്ച് നീളമുണ്ടല്ലോ, കുറച്ച് കൊള്ളുമെന്ന് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് അത്യാവശ്യം നീളമുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്ത് മേടിക്കുക ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ മുടി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നീളമുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നൂലേ? ആ അത് അടുത്ത് വരുമോ? ഇപ്പോൾ വരുന്നുണ്ടല്ലേ? അപ്പോൾ ഒന്നോടെ പബ്ലിസിറ്റി ആവും, പെട്ടെന്ന് അറിയൂലോ. ഇതിപ്പോൾ കേരള പഴനി എന്ന് പറയുമ്പോൾ വീഡിയോയിലും അതിനുള്ള കാര്യങ്ങൾ കാണും വരുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട്. ശരിക്കും അവിടെ പോണേക്കാളും ബെറ്റർ ആണല്ലോ ഒന്നാലോചിക്കുമ്പോൾ. ആ വന്ന് വരുന്നുണ്ടല്ലേ? ഇപ്പം അമ്പലത്തിൻ്റെ പണിയോടി കഴിഞ്ഞ കാരണേ ഒന്നോടെ രസമായി. എല്ലാവർക്കും ഉണ്ട് ഞായറാഴ്ച അല്ലേ? അതെ, ഇന്നലെ അല്ലേ? ഓ ആ, ഒറ്റ ദിവസം 120 എന്ന് പറയുമ്പോൾ ഭയങ്കര ഇത് തന്നെയല്ലേ? ആ ആ ആ തിരക്കുണ്ടാവില്ലേ? ഞങ്ങളെന്നാണ്ട് ദിവസം വന്നേ മോളെ വെട്ടിക്കാൻ വന്നപ്പോഴും മോനെ കൊണ്ടുവരുന്ന സമയത്ത് അമ്പലത്തും പണിയൊന്നും ആയിട്ടില്ല, ചെറിയ രീതിയിലായിരുന്നു. അത് 7 കൊല്ലം മുന്നേ.
ഷേപ്പ് കുറവൊന്നുമില്ല. അതെല്ലാവർക്കും ഉണ്ടാവും ആ സൈഡ്. ഏത് ആണുങ്ങളെ തലവരിയാന്നില്ലേ? സ്വഭാവം ആണുങ്ങളെ പോലെ തന്നെയാന്നില്ലേ? നോട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് കരയാണോ ചോദിച്ചത്? എങ്ങനെ എന്ത് ചെയ്താല് അങ്ങനെയൊന്നുമില്ല. അല്ല എന്തായാലും നരയ്ക്കും. പിന്നെ ഇപ്പൊ എന്നിട്ടാ വടിച്ചോണ്ട് നരയ്ക്കൊന്നുമില്ല. അല്ല അതുകൊണ്ട് എന്തായാലും ഇനി നരയ്ക്കാൻ വഴിയില്ല. നരച്ചിട്ട് ഓൾറെഡി നരച്ചിട്ടുണ്ടെങ്കിലാണ് പ്രശ്നമുള്ളൂ. അങ്ങനെ നോക്കുമ്പോ എൻ്റെ തല നോക്കി എന്തോരം നരച്ചോണേ. പിന്നെ ടെൻഷൻ ഉണ്ടെങ്കിലും നരയ്ക്കുന്ന പറയുന്നുണ്ട്. എൻ്റെയൊക്കെ നര ഫുള്ള് ടെൻഷനുണ്ട്. അങ്ങനെ സമാധാനിക്കാം. നരയിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഇപ്പം എന്താ വെച്ചാൽ ചെറിയ കുട്ടികളുള്ളവരെ നരക്കുന്നുണ്ട്. അല്ല എന്തിനാ ഡൈ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. അത് ചെയ്തു തുടങ്ങി പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോണേ. അതുപോലെ നരച്ച മുടി കാണുമ്പോൾ പൊട്ടിച്ചോളാനും പാടില്ല. ആ ഇപ്പൊ ശരിക്കും കുമ്പിടി വെച്ച പോലെ ഉണ്ടിട്ടാ. മുകളിൽ മാത്രം കുറച്ച് ഇതെവിടെ മാത്രം. ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നണ എൻ്റെ തലയേക്കാളും ഷേപ്പ് ഉണ്ട്. ഒരു കുഴപ്പമില്ല. ശരിക്കും എൻ്റെ തല മൊട്ടടിച്ചപ്പോൾ എന്താണെന്ന് അറിയുമോ? അവിടെ ഇവിടെയും മറ്റേ കുണ്ടും കുഴി പോലെ പഞ്ചായത്ത് റോഡ് പോലെയായിരുന്നു. പക്ഷെ മോൻ്റെ തല നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ തലയേക്കാളും ബെറ്ററാ. ഇവിടെ മാത്രമേ ഉള്ളൂ, ഇതിൽ മാത്രമേ ഉള്ളൂ. അവിടെ ചെറിയൊരു അത് കുഞ്ഞു കുട്ടിയായി നമുക്ക് അത് നമുക്ക് അമ്മേനെ പറയാം. നമുക്ക് ഇപ്പൊ മോനെ കൊണ്ടുവന്ന സമയത്ത് കിട്ടിയ ചന്ദനം സൂപ്പർ സാധനമായിരുന്നു. തേക്കുമ്പോൾ നല്ല തണവ് ഇതായിരുന്നു. പക്ഷെ ഇന്നാള് വന്നപ്പോൾ ഉണ്ടായിരുന്നത് എത്രയ്ക്കാണ്ട് സുഖം ഉണ്ടായിരുന്നില്ല. ചന്ദനം തേച്ചപ്പോൾ നല്ല തണവാ, നല്ല കൂളായിരിക്കും തല. ഞാനിപ്പോ മുട്ടടിക്കാനാണെങ്കിൽ 3ാമത്തെ വട്ടാ. ഞാനും മുട്ടടിച്ചിട്ട് ഇവിടെ വന്നിട്ട്. ഞാനന്ന് മുട്ടടിക്കുന്ന സമയത്ത് നമ്മളെ അവിടെ ഇരുന്നു താഴേക്ക് ഇറങ്ങിപ്പോയിട്ടില്ലേ ഫസ്റ്റ് ടൈമില്. 7 കൊല്ലമായി ഉണ്ടാവും. ഇപ്പൊ ശരിക്കും അടിപൊളിയായില്ലേ? രണ്ടുപേരും ഒരേ പേരായില്ലേ? മാച്ചായി. ഭംഗിയുണ്ട് കേട്ടാ. ഇങ്ങനെ നോക്കി ശരിക്ക് ഒരു വില്ലത്തി ലുക്കായിണ്ട്. വില്ലത്തി സിനിമയിലെ അഭിനയിക്കുമ്പോ അടുത്ത പടത്തിലെ വില്ലത്തി. ഒന്ന് എണീറ്റിട്ടേ ഒന്ന് കുടഞ്ഞു മടിയിലുള്ളതൊക്കെ. ചേട്ടാ ഇവിടെ ഇവിടെ എന്താണ് അവിടെ ഇവിടെ ഇരിക്കണം മുടി ഇരിക്കണം. പോയിന്റ് ഓക്കെ.
നടന്നോ. വരൂ കുണ്ടനം വരൂ. ൂർജേതാപനമഹീരണായ ചക്ഷസേ യോ വശിവതമോരസസ്തസ്യ വാദയത്തെ കനുഷതിരിവമാതര തസ്മാ അരംഗമമോ യസ്യ ക്ഷയായ വിനരാസോദനയസാദന തന്നോ ദേവീരവീക്ഷയാ ഭൂപവന്തു പീതയേ സംയോരവിശ്രവന്തുനായീശാനാവര്യാണാം ക്ഷയന്തി ചക്ഷണീനാം അപോ യാജാമി ഭേഷജം അപ്സുമേ സോമോ പ്രവീതന്തർവിശ്വാനി ഭേഷജം അഗ്നിശ്ച വിശസംഭവം മാപപ്രണീത ഭേഷജം വരൂഢംകനേ മമ ചക്ഷുർദേവസ്തു. സ്വാമിയേ ഹര ഹര സ്വാമിയേ ഹര ഹര ഹരഹരോ ഹര ഹരഹരോ ഹരഹര സ്വാമിയേ ഹര ഹര ഹരഹരോ ഹരഹര സ്വാമിയേ ഹര ഹര ഹരഹരോ ഹരഹര. സ്വാമിയേ ഹര ഹര ഹരഹരോ ഹരഹര സ്വാമിയേ ഹര ഹര ഹരഹരോ ഹരഹര സ്വാമിയേ ഹര ഹര ഹരഹരോ ഹരഹര. അപ്പോൾ നമുക്ക് അന്നദാനം കഴിക്കാൻ പോവാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് മേഡത്തിൻ്റെ തലയൊക്കെ മുട്ടടിച്ചു. അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള പൂജ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി പുറത്ത് തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടാ. അപ്പോഴത്തേ മേഡത്തെ അങ്ങോട്ട് പോയിട്ടുണ്ട്, തൊഴാൻ പോയിട്ടുണ്ട്. ശരിക്കേ അതിന് ശരിക്ക് നമ്മുടെ അവിടുത്തെ പണി പോയ പോലും ഈ ഒരു ഫീല് കിട്ടില്ല. ഇപ്പോൾ ഇവിടെ തന്നെ തിരുമേനി ഉണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് എല്ലാവരും കൊണ്ട് വന്നിട്ട് ചെയ്യിക്കുന്നുണ്ട്. ആ വിചാരിച്ച പോലെ പ്രാർത്ഥിച്ച് ചെയ്യാൻ പറ്റിയത്. അല്ല, ഞാൻ ഇതിന് മുന്നേ 2 പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു തൃപ്തിയായിട്ട് പോകാൻ പറ്റും. നമ്മൾ മുട്ടടിക്കാനും വന്നപ്പോൾ വരും. ഞാനല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്പലത്തിൽ പോയി ചെയ്യാന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മുടി കളയാൻ കൊടുക്കണം എന്ന് വിചാരിച്ചത് ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കണം എന്നാണ് ഞാൻ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, വിഗ് ഉണ്ടാക്കാൻ. അത് പക്ഷേ കണ്ണം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് എന്തായാലും ബാക്കി നമ്മൾ മുറിച്ച മുടി അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. നമ്മളെന്തായാലും എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ മറ്റുള്ള വശങ്ങളൊന്നും നമുക്കറിയില്ല. ഇവരോട് ചോദിച്ചപ്പോഴും കുഴപ്പമില്ല എന്നാണല്ലോ പറഞ്ഞാൽ കൊടുക്കാനൊന്നും. അപ്പം നമുക്കതെന്തായാലും കൊടുക്കാം. അമലയിലോ എവിടെയാണ് ഇതിൻ്റെ അതെന്നൊന്ന് അന്വേഷിച്ചിട്ട്. ആ കുറച്ച് നീളമുണ്ട് മുടി.
ആ അപ്പോൾ എത്രയോ പേർക്ക് ഉപകാരപ്പെടുന്ന കാര്യം. ഇവിടെ നമ്മൾ ചോദിച്ചു, അപ്പോൾ ഇവർ കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. അത് വേസ്റ്റ് അങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിൽ അങ്ങനെ പോകുന്ന പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമാവണമെങ്കിൽ മുടി നമ്മൾ കൊടുത്തില്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ പോലെ അല്ലല്ലോ. ആ ഇവിടെ അയ്യപ്പൻ്റെതുണ്ട്, ഇവിടെ നമുക്ക് തൊഴാം. മൊട്ടടിക്കൽ അതുപോലെ അമ്പലത്തിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി അന്നദാനം കഴിക്കാൻ പോവാണ് കേട്ടോ. അന്നദാനം എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് ഇവിടെ. അപ്പോൾ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിഞ്ഞ ശേഷം അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് കഞ്ഞി കുടിക്കാൻ വേണ്ടി കേട്ടോ. അന്നദാനം കഞ്ഞിയും നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി, ഒരച്ചാറ്, സംഭവം അടിപൊളിയുണ്ട്. അപ്പോൾ കഞ്ഞി കുടിക്കൽ കഴിഞ്ഞിട്ട് കാണാം. പറഞ്ഞു പക്ഷെ കുഴപ്പമില്ല. ഫൈനലി ഇറ്റ് ഇസ് ഡൺ. സമാധാനായി, ഹാപ്പി, നൈസ് അമ്പലം. നമ്മുടെ മൊട്ടടിക്കലെല്ലാം കഴിഞ്ഞു. അല്ല അമ്മ ബാക്കിലുണ്ട്. അപ്പൊ നമ്മുടെ മൊട്ടടിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇവിടുത്തെ കേരള പഴനി? മറ്റേ പഴനിയുടെ എത്ര തിരക്കില്ലാത്ത കാരണം നല്ല സുഖമായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി, നന്നായി തൊഴാൻ പറ്റി. നല്ല വൃത്തിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവര്. അമ്മക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അമ്മ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ജോയിൻ ചെയ്തത്, സർപ്രൈസ് ആയിട്ട് എനിക്ക് വേണ്ടി കൂട്ടിന് വന്നത്. അല്ലെങ്കിൽ ഞാൻ അമ്മയ്ക്ക് സങ്കടമാവുമല്ലോ വിചാരിച്ചിട്ട് അമ്മയെ കൂട്ടാണ്ടിരിക്കായിരുന്നു. പക്ഷെ അമ്മ നല്ല സപ്പോർട്ടീവായിട്ട് സ്ട്രോങ് ആയിട്ടിരുന്നു. അപ്പൊ ഞങ്ങള് ബാക്കിയുള്ള മുടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റണം. ഡൊണേറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കണ്ടായിരിക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. ബൈ അമ്മ. ബായ് അമ്മ. ബൈ. ഓക്കെ. അപ്പൊ അങ്ങനെ മുടി കൊണ്ട് കൊടുത്തു അല്ലേ? ഹോസ്പിറ്റലിൽ അതും ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റും. കമല ഹോസ്പിറ്റലിലെ ഹെയർ ബാങ്ക് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്, ഓങ്കോളജി യൂണിറ്റില്, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്സ് ഹെയർ ബാങ്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഹെയർ ഡൊണേറ്റ് ചെയ്യാം. അടിപൊളി.